ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്നത് നമ്മുടെ സ്വന്തം ചിന്തകളാണ്. അതിലേറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചിന്തയാണ് കേട്ടോ പ്രതികാര ചിന്ത. ഈ പ്രതികാര ചിന്ത വളരെ ശക്തമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രതികാരമുണ്ട് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാളെന്നെ വിളിച്ചിരുന്നു. ഒരു സങ്കടം പങ്കുവെക്കാനാണ്. അയാളുടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ, അയാളും ഭാര്യയും. ഭാര്യ അയാളോട് മിണ്ടാറില്ല, അയാളെ പരിഗണിക്കാറേ ഇല്ല. ഭാര്യയോട് അതേപ്പറ്റി അയാൾ സംസാരിച്ചു. അപ്പോൾ ഭാര്യ പറയുകയാണേ, നേരത്തെ മക്കളുടെ വിവാഹത്തിന് മുമ്പ് നമ്മൾ ഒരുമിച്ചായിരുന്നപ്പോൾ നിങ്ങൾ എന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് യാതൊരു വിലയും തരാതെ മക്കളോടൊപ്പം നിന്ന് എന്നെ പലപ്പോഴും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇത് ഒരു പ്രതികാരമായിട്ട് കരുതിയാൽ മതി. ഇപ്പോൾ ആരുമില്ലാതെ വന്നപ്പോഴാണല്ലോ നിങ്ങളിതേക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് എനിക്ക് എന്തുമാത്രം വേദനയുണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ചിലരാണെങ്കിൽ അനീതി കാണിച്ചവരെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തിരിച്ചടിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രതികാരം ചെയ്യുന്നത് പലതരത്തിലാണ്. നമ്മളോട് ഒരാൾ അനീതി പ്രവർത്തിച്ചാൽ നമുക്ക് പ്രതികാര ചിന്തയുണ്ടാകുക വളരെ സ്വാഭാവികമാണ്. അയാളുടെ മുമ്പിൽ നമ്മൾ ചെറുതാകുന്ന പോലെ നമുക്ക് തോന്നും. അയാൾ നമ്മളെക്കാളും പവർഫുള്ളാകുന്ന ഒരവസ്ഥ. അപ്പോൾ പവർ ബാലൻസിന് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് പ്രതികാരം. അങ്ങനെ പ്രതികാരം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പക്ഷേ ഇതിനെ പടിക്ക് പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ഫ്രീ ആകും. ഒരുപാട് സമ്മർദ്ദങ്ങളില്ലാതാവും. ഒരാളോട് പ്രതികാരം ചെയ്യണമെന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് നമ്മളെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കും. എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ പ്രതികാര ചിന്തകളെ പടിക്ക് പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോസിറ്റീവ് ചേഞ്ച് തീർച്ചയായിട്ടും വളരെ വലുതാണ്. അത് നമ്മളെ ശീലിച്ചേ മതിയാകൂ. ചിന്തകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന്, ഒരേ സമയം 2 ചിന്തകൾ ഉണ്ടാവില്ലല്ലോ. പ്രതികാര ചിന്ത ഒഴിവാക്കാനായിട്ട് നമ്മൾ വേറെ ചില ചിന്തകളിലൂടെ കടന്നുപോയാൽ മതി. അങ്ങനെ പ്രതികാര ചിന്തകളെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തി സമാധാനവും സന്തോഷവും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ആദ്യം തുടങ്ങി അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പ്രതികാരത്തിനൊന്നും നമ്മൾ ഇറങ്ങി പുറപ്പെടില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളോടൊരാൾ അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമല്ലേ. അനീതി ചെയ്യുന്ന ആൾ പവർഫുള്ളാണെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പ്രതികാരം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നത്. പക്ഷേ സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രതികാരം ചെയ്യുന്നവരാണ് ശരിക്കും ബലഹീനർ. പ്രതികാരം ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല മനക്കരുത്ത് ആവശ്യമാണ്. പ്രതികാര ചിന്തകൾ വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നതാണ്. പക്ഷെ മനസ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രതികാര ചിന്തകളെ അതിജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഐ എം നോട്ട് ബിറ്റർ, ഐ എം ബെറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ശരിക്കും പ്രതികാര ചിന്തകളുടെ കോണ്ടെക്സ്റ്റിൽ ഈ ചിന്ത വളരെ പ്രസക്തമാണ്. നമ്മളൊരാളോട് പ്രതികാരം ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മളൊരു ബിറ്റർ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമൊന്നും തോന്നാൻ സാധ്യതയില്ല. തൽക്കാലം ആ പവർ റിലേഷൻ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടായെന്ന് വരാം. അല്ലാതെ നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ അഭിമാനമൊന്നും തോന്നാൻ സാധ്യതയില്ലല്ലോ. നമ്മൾ മറ്റേയാളെ ഫോക്കസ് ചെയ്ത് അയാളെ എങ്ങനെയെങ്കിലും അടിച്ചിരുത്തുക. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റീവ് ടൈം അതിനുവേണ്ടി ചിലവഴിക്കുകയല്ലേ. അപ്പോൾ അയാളിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് റിവെഞ്ച് ചെയ്ത് ബിറ്റർ ആകുന്നതിന് പകരം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് ബെറ്റർ ആകാൻ എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ചിന്തിക്കാൻ ഈ സമയം ചിലവഴിച്ചൂടെ? അതിനാണ് പറയുന്നത് ഐ ആം നോട്ട് ബിറ്റർ, ഐ ആം ബെറ്റർ. മൂന്നാമത്തെ കാര്യം, ആളുകൾ നമ്മളോട് പലതരത്തിൽ അനീതി പ്രവർത്തിക്കുന്നവരാണ്. അത് ശ്രീബുദ്ധൻ പറയുന്നത് പോലെ വേൾഡ്ലി കണ്ടീഷനാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ നമ്മളെപ്പോഴും ഇൻസൾട്ട് ചെയ്യും, നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കും. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേദനിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കും. ഈ വേദനയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവില്ല. മനസ്സ് മുഴുവനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് നിറയും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സ്വയം ഹേർട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ചില ആളുകൾ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അവരെ പണ്ട് ഹേർട്ട് ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. അവർ അന്ന് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല.
പക്ഷേ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് അവരോട് ഉള്ള അമർഷം ഇങ്ങനെ നുരഞ്ഞ് പതയുകയാണ്. അങ്ങനെ ജീവിതം ഇങ്ങനെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികാര ചിന്തകൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഹേർട്ടായിക്കൊണ്ടിരിക്കാനുള്ളൊരു സമ്മതം നമ്മൾ തന്നെ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് ഗോ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, അത് വിട്ടുകളയുക. നാലാമത്തെ കാര്യം, ഈ പ്രതികാരം ചെയ്യുന്നവരെ 2 കുഴിമാടങ്ങൾ തീർത്തു വെക്കണമെന്നാണ് പറയാറ്. ഒന്ന് അവനവന് വേണ്ടിയും, മറ്റേത് നമ്മൾ ആ പ്രതികാരം തീർക്കുന്ന ആളില്ലേ അയാൾക്ക് വേണ്ടിയും. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ പ്രതികാരം തീർക്കുമ്പോൾ അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നാണല്ലോ നമ്മുടെ ചിന്ത. നമ്മളതിനു വേണ്ടി ഏതറ്റവും വരെ പോകും. അപ്പോൾ അയാൾക്കൊരു തിരിച്ചടി കിട്ടുമ്പോൾ അയാളൊരു പക്ഷേ ചിന്തിക്കണമെന്നില്ല, ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത്. അത്ര നീതിബോധമൊന്നും അയാൾക്ക് ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അയാളുടെ മനസ്സിൽ ഉടനെ വരാവുന്നൊരു ചിന്തയാണ്, എങ്ങനെയാണ് എനിക്ക് വീണ്ടും തിരിച്ചടിക്കാൻ പറ്റുക? കാരണം അയാൾക്ക് അങ്ങനെ ചെയ്താണ് ശീലം. അപ്പോൾ അയാളിൽ നിന്ന് ഇനി വരുന്ന തിരിച്ചടി ആദ്യം അയാൾ നമ്മളോട് പ്രവർത്തിച്ചതിനേക്കാൾ ചിലപ്പോൾ ഭീകരമായിരിക്കാം. ചിലപ്പോൾ നമ്മളതോടുകൂടി തകർന്ന് തരിപ്പണമാകാം. നമ്മൾ തിരിച്ചിങ്ങനെ പ്രതികാരം ചെയ്യില്ലേ, അവിടെ വെച്ച് ഇത് അവസാനിക്കില്ല മിക്കവാറും. അത് ഒരു വിഷ്യസ് സൈക്കിൾ എന്ന് പറയും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടേയിരിക്കും. 2 പേരുടെയും നാശത്തിൽ അവസാനം ചെന്ന് കലാശിക്കുകയും ചെയ്യും. 5ാമത്തെ കാര്യം, പ്രതികാരം എന്നുള്ളത് ടൈം വേസ്റ്റ് ആണെന്ന് മറന്നു പോകരുത്. അവിടെ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. പ്രതികാരം ചെയ്ത് സമയം വേസ്റ്റാക്കാൻ ഞാനില്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലം അയാളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസരം കടന്നു വരും. അത് നമ്മുടെ കൺമുമ്പിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കേട്ടോ. 6ാമത്തെ കാര്യം, നമ്മളോട് ഒരാൾ ഒരു അനീതി കാണിച്ചു, നമ്മൾ പ്രതികാരം ചെയ്തു. പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ എന്താ ചെയ്യണത്? അയാളോട് നമ്മളും അനീതി പ്രവർത്തിക്കുന്നു. അയാൾ നമ്മളോട് അനീതി കാണിച്ചതിന് നമുക്ക് എതിർപ്പുണ്ട്, അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മളും തെറ്റല്ലേ ചെയ്യുന്നത്, അതിനകത്ത് എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ നമ്മളൊരു അനീതി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ അസ്വസ്ഥരാക്കും. അത് നമ്മുടെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കും. 7ാമത്തെ കാര്യം, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ നമ്മളൊരു പുണ്യം പ്രാക്ടീസ് ചെയ്യുകയാണല്ലേ. അതായത് അവരോട് നമ്മൾ ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമാണ്. അത് പലപ്പോഴും അവരെ നല്ല വഴിയിലേക്ക് നയിക്കാനും കാരണമായി തീരാറുണ്ട്. അവർ ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്തപിക്കാൻ കാരണമായിട്ട് മാറാറുണ്ട്. ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുക എങ്ങനെ വീണ്ടും തിരിച്ചടിക്കും എന്നതിനെക്കുറിച്ചാണ്. അതേസമയം നമ്മൾ ക്ഷമിക്കുമ്പോൾ അവർക്ക് പശ്ചാത്തപിക്കാനൊരു സ്പേസ് നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വലിയൊരു പുണ്യമാണ്. അപ്പോൾ ഈ പുണ്യം പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മൾ ഉറപ്പാക്കണം. അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കണം. പ്രതികാര ചിന്തകൾ നമ്മളെ വിട്ടൊഴിയാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ നമ്മളോടൊരു അനീതി പ്രവർത്തിക്കുമ്പോൾ അയാളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് തന്നെ അതിനെ കരുതണം. അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അനലൈസ് ചെയ്യണം. വീണ്ടും ഈ തെറ്റ് നമ്മളോട് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇനി അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ്? പ്രതികാര ചിന്തകളുമായിട്ട് നടന്ന ഇത്തരം ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടമുണ്ടാവില്ല. നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 3 കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഷെയർ, കമൻറ്റ് ആൻഡ് ലൈക്ക്. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. എന്നാലേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലെത്തൂ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.